ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രേഷ്മ എഴുതിയിരിക്കുന്ന മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് രേഷ്മ. എനിക്ക് 28 വയസ്സുണ്ട്. ഒരു വർഷം മുമ്പാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അത്രയും നാളും ഞാൻ പഠിച്ച് ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒത്തിരി ചെക്കന്മാർ എന്നെ പെണ്ണ് കാണാൻ വന്നതാണ്. പക്ഷേ ജാതകം മാത്രം എന്തുകൊണ്ടോ ചേരുന്നില്ല. അതുമാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ട്, അപ്പച്ചിയെന്ന് ഞങ്ങൾ വിളിക്കും. പുള്ളിക്കാരുടെ വീടും അടുത്താണ്. അച്ഛനും അവരും തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. വരുന്ന ആൾക്കാരെയൊക്കെ അവർ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടും. ഞാൻ ശരിയല്ലാത്തൊരു പെണ്ണാണെന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിവാഹിതയാകാൻ ഒത്തിരി ഇഷ്ടമാണ്. എനിക്കൊരു പ്രേമമുണ്ടായിരുന്നു. അയാൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നു. എൻ്റെ അപ്പച്ചി എങ്ങനെയോ മണത്തറിഞ്ഞു. അങ്ങനെ അയാളും എന്നിൽ നിന്ന് പിരിഞ്ഞുപോയി. പിന്നീട് പ്രേമവും നടന്നില്ല, ഒരു മണ്ണാങ്കട്ടയും നടന്നില്ല. അവർ ഇതിനിടയ്ക്ക് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു, എൻ്റെ അപ്പച്ചി. അത് കഴിഞ്ഞ ശേഷമാണ് എൻ്റെ വിവാഹം നടന്നത്. പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിക്കാം. പക്ഷേ എൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ എൻ്റെ മാരേജ് ഇത്രയും ലേറ്റായി കഴിഞ്ഞു. ഇനി ദാമ്പത്യ ജീവിതത്തിൽ അധിക സ്വപ്നങ്ങളൊന്നും വേണ്ടാന്ന് എൻ്റെ മനസ്സ് തന്നെ പറഞ്ഞു. എൻ്റെ കാമുകൻ സൂപ്പർ സുന്ദരനായിരുന്നു. ഞാൻ സൗന്ദര്യമുള്ളവൾ തന്നെയാണ്. പക്ഷേ വിവാഹ മാർക്കറ്റിൽ പ്രായം കൂടുന്തോറും ഡിമാൻഡ് കുറഞ്ഞു വരികയല്ലേ. അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് വന്ന ആലോചന അംഗീകരിക്കപ്പെട്ടത്. വീട്ടുകാർക്കെല്ലാം ഇഷ്ടം. ചെക്കൻ കുറച്ച് തടിയുള്ള ആളാണ്. വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, മറ്റ് സഹോദരങ്ങൾ ഒന്നുമില്ല. അമ്മ വളർത്തിയ പൊന്നാര മോനാണെന്ന് എനിക്ക് ആദ്യ സംസാരത്തിൽ മനസ്സിലായി. കുറച്ച് ബാലിശമായ സ്വഭാവമാണ്. കഴിവുള്ള ഒരാണിൻ്റെ മനോഭാവമൊന്നും അങ്ങേർക്കില്ല. ഞാനിത് മനസ്സിലാക്കി വീട്ടുകാരോട് പറഞ്ഞതാണ്. അപ്പോൾ വീട്ടുകാർ പറയുകയാണ്, പെണ്ണിൻ്റെ മിടുക്കാണ്, ആണിനെ തിരുത്തിയെടുക്കുക. നിന്നെ എനിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് ദേവലോകത്ത് നിന്ന് ഇന്ദ്രനൊന്നും ഇറങ്ങി വരില്ല എന്ന് അമ്മയും അച്ഛനും പറഞ്ഞു. അവർക്ക് ഞാനൊരു അധികപ്പറ്റായി തുടങ്ങി മാഡം. ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സമാധാനമില്ല. ഇഷ്ടമില്ലാതെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞെങ്കിലും അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത്, അവിടെ പോയി എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നോണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും റിസീവ് ചെയ്യില്ല. ഇനി നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവുമായിട്ട് പിരിയണമെങ്കിൽ നീ ജോലി ചെയ്ത് ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയി താമസിച്ചോ, അല്ലാതെ നാണക്കേട് കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് മാഡം ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. സ്വന്തം മാതാപിതാക്കൾ തന്നെയാണ് പെൺമക്കൾക്ക് എപ്പോഴും പാരയാകുന്നത്. അങ്ങനെ ഒരാളാണ് ഞാനും. പിന്നെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ എൻ്റെ വിവാഹം നടന്നു. ഭർത്താവിൻ്റെ വീട് അത്യാവശ്യം സാമ്പത്തികമുള്ളതാണ്. ഭർത്താവിന് 34 വയസ്സ്. ഇതുവരെയും കല്യാണമൊന്നും ആയില്ല. കാര്യം പുള്ളിക്ക് കല്യാണം കഴിക്കാനൊന്നും വലിയ താല്പര്യമില്ല. പുള്ളിയും അമ്മയുടെ നിർബന്ധം മൂലമാണ് കല്യാണം കഴിക്കുന്നത്. അധികം ജോലിക്കൊന്നും പോകുന്ന ടൈപ്പല്ല. എന്തോ BSc ഒക്കെ പഠിച്ചാണെന്ന് പറഞ്ഞു. പക്ഷേ ജോലിക്ക് പോകാൻ മടിയാണ്. വീട്ടിലിരുന്ന് ഓൺലൈനിൽ എന്തൊക്കെയോ ചെയ്യുകയാണ് ഭർത്താവ് എന്നാണ് പറഞ്ഞത്. ഇഷ്ടം പോലെ പണമുണ്ട്, വലിയ കൊട്ടാരം പോലെ വീട്, പിന്നെ വസ്തുവകൾ, സ്ഥലങ്ങൾ ഒക്കെയുണ്ട്. പിന്നെ അവിടുത്തെ അമ്മയുടെ ഭർത്താവില്ലേ, എന്തോ രാഷ്ട്രീയ നേതാവോ മറ്റോ ആയിരുന്നു. മരിച്ചു പോയിട്ട് 10-15 വർഷമായി. ആ പ്രദേശത്തെ വലിയ സ്വാധീനമുള്ള ഒരു വീട് തന്നെയാണ്. അമ്മായിയമ്മയ്ക്ക് പരിചാരകരായി ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എന്തിനു വിളിച്ചാലും ആളുകൾ ഓടി വരും. അവരും കാണാൻ നല്ല സ്ത്രീത്വമുള്ള ഒരു സ്ത്രീയാണ്. തൻ്റെ ഇടവുമുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവ് അമ്മക്കുട്ടിയാണെന്ന് എനിക്ക് ആദ്യമേ മനസ്സിലായി. വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനഃപൂർവ്വം ഈ ജീവിതം ഇങ്ങനെ സ്വീകരിച്ച് വന്നത്. ഇനിയിപ്പോൾ പരിതപിച്ചിട്ട് കാര്യമില്ല. മാക്സിമം ഇവിടെ പിടിച്ചു നിൽക്കണം. അമ്മയുടെയും മകൻ്റെയും സ്വഭാവം സഹിക്കേണ്ടി വരുമെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഒത്തിരി സ്വപ്നങ്ങളൊന്നും ഇല്ലാതെയാണ് ഞാൻ മണിയറയിലേക്ക് കാലെടുത്ത് വെച്ചത്. എനിക്ക് ഒന്നുമില്ല. എൻ്റെ മനസ്സ് വൈറ്റ് പേപ്പർ പോലെ ബ്ലാങ്ക് ആയിരുന്നു. എന്ത് നടന്നാലും ഞാൻ സ്വീകരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നും നടന്നില്ല. അങ്ങേരെ എന്നോട് നന്നായി സംസാരിച്ചു. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്. അതൊക്കെ അമ്മ നിന്നോട് പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്, ഡിപ്രഷൻ വന്നിട്ടുണ്ട്, ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഒരു മന്ദത എപ്പോഴും ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞ് ഗുളിക എടുത്ത് കഴിച്ച് പുള്ളി കിടന്നുറങ്ങി. ഞാൻ കുറേ നേരം ഇങ്ങനെ ഉറങ്ങാതിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ഞാൻ ഉറങ്ങാതിരിക്കുന്നത് എന്താണ്, എനിക്ക് ഒരു കാര്യവുമില്ല. ഗുളി കഴിച്ചെങ്കിൽ ഗുളി കഴിക്കട്ടെ. ആദ്യത്തെ രാത്രിയിൽ ഞാൻ എൻ്റെ ഭാവി ഓർത്ത് ദുഃഖിക്കുന്നു. ഭർത്താവ് അപ്പുറത്ത് കിടന്ന് ഗുളിക കഴിച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇനിയിപ്പോൾ എന്ത്, ഒന്നും അറിയില്ല. ഒന്നും ഓർത്തിട്ട് കാര്യമില്ല.
നാളെ മുതൽ ഇവിടുത്തെ അമ്മ പറഞ്ഞത് കേട്ട് ജീവിക്കേണ്ടി വരും. ജോലിക്ക് അവർ വിടില്ല. എല്ലാ സൗകര്യങ്ങളുമുണ്ട്. കാഞ്ചനക്കൂട്ടിലെ തത്തമ്മയെ പോലെയായിരിക്കും എൻ്റെ ജീവിതമെന്ന് ഞാൻ ഓർത്തു. കുറേയധികം ദുഃഖിച്ച് ഞാനും ആ വശത്ത് കിടന്ന് ഉറങ്ങിപ്പോയി മാഡം. രാവിലെ 8 മണിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തനിയെ എഴുന്നേറ്റത്. എന്നെ ആരും വിളിച്ചില്ല. ഭർത്താവ് കൂർക്കം വലിച്ചുറക്കമാണ്. ഞാൻ വിളിച്ചുണർത്തി. അപ്പോൾ പുള്ളി അയ്യോ ടൈം ആയില്ല, ഞാൻ 9 മണിക്കാണ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് പിന്നെയും കിടന്നു. ഞാൻ പെട്ടുപോയെന്ന് മനസ്സിലായി. പെട്ടെന്ന് എഴുന്നേറ്റ് കുളിച്ച് പല്ല് തേച്ച് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, ആ മോളെ, അവൻ 9 മണിക്ക് എഴുന്നേക്കത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വന്ന് വിളിക്കാതിരുന്നത്. എല്ലാ ദിവസവും ഒന്നുമല്ല, ചില ദിവസങ്ങളൊക്കെ അവൻ അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് മോൾ അവനെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റാൽ മതി. ഇങ്ങോട്ട് ചാടി വന്നിട്ട് ഒരു കാര്യമില്ല. ഇവിടത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായ എല്ലാം റെഡിയാണ്. മോൾക്ക് എന്താ വേണ്ടത്? പുട്ട്, അപ്പം, ഇടിയപ്പം എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 3 തരം സാധനങ്ങളെങ്കിലും കാണും. മോളെ, ഇവിടെ ഉണ്ടാക്കാൻ എല്ലാ ആൾക്കാരുണ്ട്. പിന്നെ മോൾക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോളുടെ പാചകം അമ്മായിമ്മയെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടും ഭർത്താവിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വെച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിച്ച് നോക്കാം. ഇനി പാചകം അറിയില്ലെങ്കിൽ പാചകം സാവധാനം പഠിച്ചാൽ മതി. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എൻ്റെ തോളിൽ തട്ടിയിട്ടങ്ങ് പോയി. എനിക്ക് അത്ഭുതം തോന്നി. ഭയങ്കര തൻ്റെടിയ ഒരു സ്ത്രീയാണ് അവർ. എന്നോടിങ്ങനെ സ്നേഹത്തോടുകൂടി പെരുമാറേണ്ട യാതൊരു കാര്യം അവർക്കില്ല. പക്ഷേ എന്നാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അതോ ഇനി എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ പറഞ്ഞത്? ആർക്കറിയാം. എന്തായാലും 9 മണിയായപ്പോൾ ഭർത്താവ് എഴുന്നേറ്റു പോയി കുളിച്ച് വന്നു. അപ്പോൾ പുള്ളിയെ കാണാൻ ഒരു മെനയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും എന്നോട് സ്നേഹത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഞാൻ വിളമ്പിക്കൊടുത്തു. എന്നോട് അമ്മായിമ്മ പറഞ്ഞു വിളമ്പിക്കൊടുക്കാൻ. എന്നിട്ട് അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെയും എല്ലാം ചേർത്ത് ഒരു 19 വീടുണ്ട്. നിങ്ങൾ ഈ മാസം മുഴുവനും വിരുന്നിന് പോകേണ്ടി വരും. ഒരു 1.5 മാസം അത് നമുക്ക് വിരുന്നിന് പോയി തന്നെ തീർക്കേണ്ടി വരും. മോൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യണം. കാര്യം എൻ്റെ മോന് പെണ്ണ് കിട്ടില്ലെന്നായിരുന്നു പലരും പറഞ്ഞ് അതിശയിച്ചിരിക്കുന്നത്. ഈ കണ്ട സ്വത്തുക്കൾക്കെല്ലാം ഉടമയാണ് അവൻ. അവന് പെണ്ണ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഒത്തിരി നൊന്തിരുന്നു. ഇവന് പിന്നെ പെണ്ണ് കെട്ടണമെന്നും ആഗ്രഹമില്ലായിരുന്നു. എന്തായാലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എല്ലാം നന്നായി നടന്നു. എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വീട്ടിലും നമ്മൾ പോകും അഭിമാനത്തോടു കൂടി. കേട്ടോ മോളെ എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എൻ്റെ കവിളിൽ നുള്ളി. ഞാൻ ഓർത്തു, ഇവർക്കിത് എന്ത് കേടാണ്. ഇവരുടെ മോനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടും വെള്ളത്തിലിട്ടു. ഇനിയിപ്പോൾ കൈകാലിട്ട് അടിക്കുകയോ നീന്തി കയറുകയോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ചിരിച്ച് തലയാട്ടി. അന്ന് വിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അവിടെ പോയി 3-4 ദിവസം താമസിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ വിരുന്നോട് വിരുന്ന്. അങ്ങനെ 1.5 മാസത്തോളം അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പല സ്ഥലത്തും പോയി മാഡം കറങ്ങി നടക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലും ഭർത്താവ് സ്നേഹത്തോടു കൂടി പെരുമാറി എന്നുള്ളതല്ലാതെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നതേയില്ല. അദ്ദേഹം ഗുളിക കഴിക്കും, കിടന്നുറങ്ങും. എന്നോടും കിടന്നുറങ്ങാൻ പറയും. ചില സമയത്ത് എന്നോട് സ്നേഹമായി ഒന്ന് തഴുകി തലോടി നീ ഉറങ്ങിക്കോ എന്ന് പറയും. ഈ ഒരു സാന്ത്വനമല്ലാതെ എൻ്റെ വേലിക്കെട്ടുകൾ പൊളിച്ചടുക്കി ഞാനാകുന്ന പുൽമേട്ടിൽ മേയാൻ ഒരു കാളക്കൂറ്റൻ പോലും വരില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. സ്വപ്നങ്ങളടങ്ങി ആ വീട്ടിലെ സൗകര്യങ്ങളിൽ അമ്മായിമ്മ പറഞ്ഞത് കേട്ട് ജീവിക്കണം. ഭർത്താവിനെ കൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല. ആ സത്യം അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഒരു കണക്കിന് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. അമ്മായിമ്മ എനിക്ക് വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് എൻ്റെ കൂടെ വന്ന് തുറന്നു തന്നു. അതിൽ പണവും നിക്ഷേപിച്ചു. മോളെ, നിൻ്റെ ആവശ്യത്തിന് ATM കാർഡൊക്കെ ഉണ്ട്. ഭർത്താവിനോട് ചോദിക്കണ്ട, എന്നോട് ചോദിക്കണ്ട. ഞാൻ അതിൽ പണം ഇട്ടോളും. നീ എടുത്ത് ചിലവാക്കുക. അമ്മേ, അതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോഴേക്കും അതൊക്കെ വേണം. നീ എന്തായാലും ജോലിക്ക് പോകുന്നില്ലല്ലോ. നീ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകില്ല. ഇവിടെ എൻ്റെ ബന്ധുക്കൾ, അവരുടെ മുന്നിൽ എനിക്ക് തലയുയർത്തി നിൽക്കണം. നീ ഇവിടെ തന്നെ അന്തസ്സായിട്ട് ജീവിക്ക്. മോൾക്ക് ഒരു കുറവും വരില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവർ എന്നെ സ്നേഹം കൊണ്ട് മൂടുകയായിരുന്നു. എനിക്ക് ആ വീട്ടിൽ എൻ്റെ പ്രതീക്ഷകൾ നടന്നില്ല എന്നുള്ളതല്ലാതെ സാങ്കേതികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. പതുക്കെ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. കാര്യം എൻ്റെ വീട്ടുകാർ എന്തായാലും എന്നെ ഇങ്ങനെ സ്നേഹിക്കില്ല. അവരെന്നെ എടുത്ത് തലയിലും വെക്കില്ല. ഞാൻ അവർക്ക് എപ്പോഴൊരു ബാധ്യതയായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ആട്ടും തുപ്പും ഏൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഈ വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ അതിൽ അങ്ങ് ലയിച്ചു പോയി.
ഏകദേശം 3 മാസമായി കാണും മാഡം. അപ്പോൾ ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോളെ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരിടം വരെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ ഞാൻ അമ്മായിമ്മയോട് ഓക്കെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ജോൾസിൻ്റെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് അമ്മായിമ്മ എന്തൊക്കെയോ നോക്കി തിരിച്ചു വന്നു. എന്നോടൊന്നും പറഞ്ഞില്ല. അത് പിന്നെ മോളെ നോക്കിയതായിരുന്നു വിവാഹത്തിന് മുമ്പ്. അത് കഴിഞ്ഞ് ഒന്ന് നോക്കിയതാണ് നിങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകുമോയെന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞമ്മേ ജോത്സ്യൻ, എന്നെ എന്താ അകത്തേക്ക് വിളിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു, ഇല്ല, നിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്. നീയും എൻ്റെ മോനും കൂടി ദീർഘകാലം ജീവിക്കുമോ എന്നറിയണമെന്നായിരുന്നു. എന്താ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, ജീവിക്കുമെന്നാണ് പറഞ്ഞത്. മോളെ ഇനി ഞാൻ പറയുന്നത് മോള് വളരെ ഗൗരവതരമായിട്ട് എടുക്കണം. ഞാനും എൻ്റെ ഭർത്താവ് വളരെ പ്രശസ്തനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അറേഞ്ച്ഡ് മാരേജ് തന്നെയായിരുന്നു. 2 വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള വിവാഹം. അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. നല്ലൊരു സുന്ദരനായിരുന്നു. മോൾ ഫോട്ടോ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടമ്മേ. എന്തായാലും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എനിക്ക് വിശേഷമുണ്ടായി. പക്ഷേ ആദ്യത്തെ 4 വിശേഷങ്ങളും അടിക്കടി പെട്ടെന്ന് പോയി മോളെ. വല്ലാത്ത നിരാശയായിരുന്നു. പിന്നീട് 5ാമതുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അത് നിലനിർത്താൻ വേണ്ടിയിട്ട് നല്ല റെസ്റ്റൊക്കെ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 മാസത്തോളം ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് എൻ്റെ മകൻ. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു പ്രശ്നം സംഭവിച്ചു. അതെന്താ അമ്മേ? അതെ, അവന് ഇത്തിരി ഒരു പ്രിമച്ചുറായിരുന്നു. മാസം തികയാതെ പ്രസവിച്ചതുപോലെ. അതുമാത്രമല്ല, ഞങ്ങളെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്ന വേറെ ചില കാര്യം ഉണ്ടായിരുന്നു. എന്താ അമ്മേ അത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, മോളെ അവൻ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമല്ലാത്ത ഒരു രൂപമായിരുന്നു ശരീരഭാഗങ്ങളിൽ. അമ്മ എന്തായി പറഞ്ഞത്? അതെടി, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അവന്. അങ്ങനെ ആകെ കൺഫ്യൂഷനായി. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു, കുറച്ചു കാലം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ ശേഷം ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. പിന്നെ അതിന് ചില സർജറീസൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചു കാലം ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എത്ര നാളെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം 2-3 വർഷം എന്ന്. പക്ഷേ വളർന്നു വന്നപ്പോൾ 1 വയസ്സൊക്കെ ആയപ്പോഴേക്കും ആണിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് വളർന്നു വന്നത്. അങ്ങനെയാണ് മോളെ അവസാനം ഡോക്ടർ സർജറി ചെയ്തത് യഥാർത്ഥത്തിൽ ആണിൻ്റെ എല്ലാ രൂപങ്ങളും വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ജനറ്റിക്കലി ഉണ്ടാകുന്ന എന്തോ തകരാറായിരുന്നു മോളെ. അപ്പോൾ സർജറി ചെയ്തു. നമ്മളുടെ എറണാകുളത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ് ചെയ്തത്. അങ്ങനെയാണ് അവനെ ഇക്കാണുന്ന രൂപത്തിൽ ആക്കിയെടുത്തത്. അയ്യോ അമ്മേ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് മോളെ. അങ്ങനെ മനുഷ്യർക്ക് പല പ്രശ്നങ്ങളും ശാരീരികമായിട്ട് ഉണ്ടാകാറുണ്ട്. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകാറുണ്ട് എന്ന് അമ്മ പറഞ്ഞെന്നെ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്ത് ചെയ്യാനാമേ, ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേന്ന്. അപ്പോൾ അമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളുടെ വിധി അതിലും വലുതാണെന്ന് എനിക്കറിയാം. മോളെ വീട്ടുകാർ ശരിക്കും നല്ലൊരു ചെക്കനോട് കല്യാണം കഴിക്കാനായിരിക്കും ആഗ്രഹിച്ചത്. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ടും നടന്നില്ല. അവസാനം ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ നിർബന്ധിച്ചിട്ടാണ് മോള് എൻ്റെ മോനെ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അയ്യോ അമ്മേ, ആദ്യം ഈ പറഞ്ഞ പോലെ ശരിയാ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ സ്വന്തം ഇഷ്ടത്തിന് തന്നെയാണ് വിവാഹിതയായത്. അതെനിക്കറിയാം മോളെ. നീ ഇവിടെ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം നന്നായിട്ടറിയാം. നീ ഇന്ന് വരെ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് കഴിഞ്ഞിട്ടില്ല. അവനത് ആകില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പ്രതീക്ഷിക്കുന്ന ഒന്നും അവിടെങ്ങുമില്ല മോളെ. ഒരു മരുഭൂമിയിൽ ഒരു കൂൺ മുളച്ചതുപോലെ മാത്രമുള്ളൊരു പ്രതീതിയാണ്, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് അവനവൻ്റെ പ്രഭാതകർമ്മങ്ങൾ കഴിക്കാം എന്നുള്ളതല്ലാതെ ഒരു സ്ത്രീ അല്ലെങ്കിൽ പങ്കാളി അവർക്ക് ഒരു ഗുണവുമില്ല. അതാണ് എത്ര സർജറി ചെയ്തെന്ന് പറഞ്ഞാലും അതിൽ ഇനിയൊരു മെച്ചവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലും നീ കണ്ടാലോ അല്ലെങ്കിൽ അടുത്തറിഞ്ഞാലോ നിനക്കതുകൊണ്ട് ഒരു ഗുണവുമില്ല. അവനാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോട് താല്പര്യവുമില്ല. ഒരു പുരുഷൻ്റെ 90% ലക്ഷണങ്ങളും അവൻ സ്വഭാവത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവന് ആശകളോ ആഗ്രഹങ്ങളോ ഒരു പെണ്ണിൻ്റെ മേലുണ്ടോയെന്ന് എനിക്കറിയില്ല മോളെ. അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാവരുടെ സ്നേഹമാണ്. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ പൊന്നുമോള് സ്നേഹമെന്ന പേര് പറഞ്ഞ് എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്കെപ്പോഴും നല്ല ടെൻഷനുമുണ്ട്. എന്തിനാമേ ടെൻഷൻ? അല്ല,
നീ എത്ര നാൾ സഹിക്കും? നീ അവനെയും എന്നെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഞാൻ ദുഃഖിക്കില്ലേ? എൻ്റെ മകൻ ദുഃഖിക്കില്ലേ? എന്നൊക്കെ പറഞ്ഞ് അമ്മ സെൻറ്റി പറഞ്ഞു. എന്തായാലും അമ്മ ഇത്രയും രഹസ്യങ്ങൾ എന്നോട് തുറന്ന് പറഞ്ഞല്ലോ. ശരിയാണ്, ഞങ്ങൾക്കിടയിൽ ഒന്നും നടന്നില്ല. അമ്മയ്ക്ക് അതറിയാമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് വേറെന്തൊക്കെയോ ഡൗട്ടുകളായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ക്ലിയറായി. അദ്ദേഹത്തിന് ശാരീരികമായി അങ്ങനെ അവസ്ഥയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലരും തളർന്നു പോയ ഒരാളെ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പോൾ ജീവിതം അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ? അവരെന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? അതുപോലെ തന്നെ ഞാൻ കരുതിക്കോളാം അമ്മയെന്ന് പറഞ്ഞു. അമ്മ കാറിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മോളെ, ഇവനിങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും എൻ്റെ ഭർത്താവിനും എനിക്ക് വല്ലാതെ മറ്റാർക്കും അധികം അറിയില്ല, ബന്ധുക്കൾക്കറിയില്ല. എങ്കിലും ഇവൻ്റെ ഒരു മന്ദ സ്വഭാവം കൊണ്ട് പലപ്പോഴും കളിയാക്കലുകളൊക്കെ അവൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മോൾ അവനെ ശ്രദ്ധിച്ച് കൂടെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണും അമ്മയെന്ന്. പിന്നെ നീയും ഒരു ത്യാഗമാണ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ കുതന്ത്രങ്ങളൊക്കെ കാണിച്ചത് എന്ന് വെച്ചിട്ട് നിനക്ക് ഇനിയും ഒന്നും ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ ഈ സത്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയാൻ കുറച്ച് സമയമെടുത്തു, അത്രയേ ഉള്ളൂ. നീ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇല്ല, നീ പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ നിന്നെ സ്വതന്ത്രയാക്കുമായിരുന്നു ഞാൻ. എന്താ അമ്മ മനസ്സിൽ വിചാരിച്ചത്? എടി, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഇനി ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യവും നഷ്ടപ്പെടില്ല. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അദ്ദേഹത്തിന് ഇനി സർജറി ചെയ്ത് എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ? അതൊന്നും പറ്റില്ലടി. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ ഭർത്താവ് തന്നെ വേണമെന്നില്ലല്ലോ ഒരു സ്ത്രീക്ക്. എൻ്റെ കാര്യത്തിൽ എൻ്റെ ഭർത്താവ് എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. ഇനി അതല്ല, മുഴുക്കുടിയനായൊരു ഭർത്താവ്, അങ്ങനെയുള്ള ഭാര്യയാണ് എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആഗ്രഹമുള്ളൊരു പെണ്ണ്, ഭർത്താവിന് യാതൊരു വിധത്തിലുമുള്ള ശുഷ്കാന്തിയുമില്ല, അങ്ങനെയുള്ളൊരു പെണ്ണെന്താ ചെയ്യുക? വേറൊരാളുടെ സഹായം തേടില്ലേ? അമ്മേ, ഞാൻ ഇനിയിപ്പോൾ ആരെ പോയി കണ്ടുപിടിക്കാൻ അമ്മ പറഞ്ഞത്? എനിക്കങ്ങനൊന്നും ആരുമില്ല. അപ്പോൾ അമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടീ, നീ വേറെ എങ്ങും പോണ്ട, ഈ വീട്ടിൽ തന്നെ നിന്നാൽ മതി. അമ്മയ്ക്കില്ലാത്ത ബന്ധങ്ങളോ അമ്മയ്ക്കറിയാത്ത ആളുകളോ നല്ല മണി പോലെയുള്ള കിടാവുകൾ വീട്ടിലെത്തും മോളെ. ഇനി നോക്കിക്കോ, എൻ്റെ എല്ലാ കണ്ടീഷൻസും അറിഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത മോൾക്ക് ഇനി ഓരോ രാത്രിയും പകലുകളായിരിക്കും, പകൽപൂരങ്ങളായിരിക്കും. അമ്മ എന്താ പറഞ്ഞത്? എനിക്ക് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, എടി, എൻ്റെ തന്നെ ബന്ധത്തിൽപ്പെട്ട 2-3 ചെക്കന്മാരുണ്ട്. അവർ ഞാൻ എന്ത് പറഞ്ഞാലും റെഡിയായി നിൽക്കുകയാണ്. നല്ല സൂപ്പർ ചെക്കന്മാരാണ്. നിനക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല. പിന്നെ നീ ചോദിക്കും, എന്താ അമ്മ ഒരാളെ മാത്രം എനിക്ക് വേണ്ടി കണ്ടുപിടിക്കാത്തതെന്നും. അതിന് കാരണമുണ്ട്. നമുക്ക് ഒന്നിലധികം കാര്യങ്ങൾ വേണം, എങ്കിൽ മാത്രമേ കാര്യങ്ങൾ റെഡിയാകുകയുള്ളൂ. അമ്മ എന്തായി പറഞ്ഞത്? എടി, 2-3 പേരുണ്ട് ലിസ്റ്റിൽ. ആ ലിസ്റ്റുകൾ നീ പൂർത്തീകരിച്ചെങ്കിലേ ശരിയാകൂ. ഒരാൾ വേറെ വരികയാണെങ്കിൽ നീ ആദ്യമായി സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ ആദ്യമായി കാണുന്ന ആളോട് അറ്റാച്ച്ഡ് ആകും, പിന്നെ അത് പ്രേമമാകും. പക്ഷേ ഇതാകുമ്പോൾ ചുറ്റിലും കുറേ ആളുകളുണ്ടെങ്കിൽ എല്ലാവരുമായും നീ സല്ലാപമോദി കഴിയും. പക്ഷെ ആരോടും മാനസികമായ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകില്ല. ഇനിയിപ്പോൾ നാളെ എൻ്റെ ഒരു പുതിയ തലമുറ വേണമെന്നുണ്ടെങ്കിലും ആ 3 പേരോ 4 പേരോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയുണ്ടായാലും ആരാണ് ഏതാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരാളുണ്ടെങ്കിൽ അയ്യോ അതാണല്ലോ എനിക്കുണ്ടാകുന്ന വിശേഷത്തിൻ്റെ ഉടമ എന്ന് തോന്നും, അറ്റാച്ച്മെൻറ്റ് തോന്നും. ഇതങ്ങനൊന്നുമില്ല. നമ്മൾക്ക് ആവശ്യങ്ങൾ നടന്നു പോകുക, നമ്മുടെ കാര്യങ്ങൾ മറുവശത്ത് നേടിയെടുക്കുക. അമ്മേ, എനിക്കിതൊക്കെ പേടിയാ, റിസ്ക് അല്ലേ? ഒരു റിസ്ക്കുമില്ല. ഈ വീട്ടിൽ തന്നെ നിനക്ക് ഞാൻ 100 മണിയറകൾ പണിഞ്ഞു തരും. അമ്മായിമ്മയ്ക്കും മരുമോൾക്കും കൂടി കട്ടയ്ക്ക് നിൽക്കാൻ പറ്റുമോ? നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ചു നേരം ആലോചിച്ചു. അമ്മ പറഞ്ഞത് എത്ര വലിയ എൻ്റെ സ്വപ്നമാണ്, അതിന് ഞാൻ കൂട്ടു നിൽക്കണ്ടേ? ഇത്തിരി കഴിഞ്ഞപ്പോൾ ശീലാവധി ഭാവിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ ഓക്കെയാണ്, അമ്മ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു എന്ന്. വീട്ടിൽ ചെന്ന ശേഷം അമ്മ 4 പേരുടെ ഫോട്ടോ കാണിച്ചു. പക്ഷേ എനിക്കതിൽ 3 പേരെ ഇഷ്ടപ്പെട്ടുള്ളൂ. കൊള്ളാം, 3 പേരും കോളേജിലൊക്കെ പോകുന്ന തരം പിള്ളേർ തന്നെയാണ്. നല്ല രസമുള്ള ആളുകൾ. എന്തായാലും സൗന്ദര്യമുള്ള ആൾക്കാരെയൊക്കെ കിട്ടാൻ എനിക്ക് യോഗമുണ്ടോ എന്ന് ഞാൻ ശരിക്കും ആലോചിച്ചു പോയി. എന്തായാലും ആ 3 പേരും വന്നു. അമ്മായിമ്മയുടെയൊക്കെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ആൾക്കാരാണ്. അമ്മായിമ്മ സ്പോൺസർ ചെയ്യുന്നുണ്ട്, അവരെ പഠിപ്പിക്കാനും പറ്റും. പിള്ളേർ അമ്മായിമ്മയ്ക്കും ഒരു കൈ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ആളുകളാണോ എന്ന് എനിക്ക് ആദ്യമേ സംശയം തോന്നി. ആയിരിക്കാമെന്ന് ഭാവം കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഞാനൊന്നും ചോദിച്ചില്ല.
കാര്യം ഞാനെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ കഞ്ഞിയിൽ പാറ്റ ഇടുന്നത്? എനിക്ക് വേണ്ട മാഡം കഞ്ഞിവെള്ളം. അങ്ങനെ ചെക്കന്മാരോട് എൻ്റെ കാര്യമൊക്കെ പലതവണയായിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു. പിന്നെ അവരുമായി ഒരു ഫ്രണ്ട്ഷിപ്പിന് എന്നെ അനുവദിച്ചു. അങ്ങനെ നിതീഷ് എന്ന് പറഞ്ഞൊരു പയ്യനാണ് ആദ്യമായിട്ട് വന്നത്. അന്ന് അമ്മായിമ്മ പറഞ്ഞു, അവൻ ഗുളി കഴിച്ച് ഉറങ്ങിക്കഴിയുമ്പോഴേക്കും നീ മേളത്തെ റൂമിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. നിതീഷ് വന്ന് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എനിക്ക് വല്ലാത്ത വേവലാതിയായിരുന്നു. ഒരു കാമുകനുണ്ടായിരുന്നെങ്കിലും എനിക്ക് ആക്ടിവിറ്റി പരിചയമില്ല. അപ്പോൾ പിന്നെ അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ചേച്ചിക്ക് കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അമ്മയുമായിട്ട് എനിക്ക് പണ്ട് തൊട്ടേ നല്ല അടുപ്പമുണ്ട്. അവർ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ ചേച്ചിക്കും ഗുണം എനിക്കും ഗുണം. അതുകൊണ്ട് ഒന്നും മടിച്ചു നിൽക്കണ്ട, കടന്നു വരൂ എന്ന് പറഞ്ഞു. ചെക്കൻ അത്രയുമൊക്കെ ഓപ്പൺ അപ്പായി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒന്നും അറിയാത്തത് കൊണ്ട് നീ തന്നെ കളം വരയ്ക്കണം, നീ തന്നെ തുടങ്ങണം, നീ തന്നെ അവസാനിപ്പിക്കണമെന്ന്. അതൊന്നും ചേച്ചി അറിയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ 18 അടവും പഠിച്ച ആ പയ്യൻ എനിക്ക് ഒരു വഴികാട്ടിയായിരുന്നു. പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ഇത്തിരി വൈകിയാണെങ്കിലും എന്നിലേക്ക് കൈവന്നു. ഞാനും അടങ്ങിയിരിക്കുമോ? ചെക്കനോട് എനിക്ക് നല്ല സ്നേഹപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റി. അവൻ എന്നെ അഭിനന്ദിച്ചു. ഞാനും. പിന്നെ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കൂടുതൽ ആദ്യം എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ രസവും സന്തോഷവും തരുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു. ഇതിനിടയ്ക്ക് മറ്റ് 2 പേരും എനിക്ക് സാന്ത്വനവും സഹകരണവുമായി വന്നു. 3 പേരും എനിക്ക് പ്രിയപ്പെട്ടവരായി മാറി. എല്ലാം അമ്മായിമ്മയുടെ ഷെഡ്യൂൾ പ്രകാരമായിരുന്നു. പക്ഷേ അമ്മായിമ്മയ്ക്കും ഇവരെ വെച്ച് വേറെ ഷെഡ്യൂൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എല്ലാവർക്കും അവനവൻ്റെ ആവശ്യങ്ങളാണല്ലോ മാഡം വലുത്. അപ്പോൾ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാം ഇവിടെ അക്സെപ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ റെസ്റ്റിലാണ്. കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു കർത്തവ്യ മേഖലയിൽ വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമ്മായിമ്മ എനിക്ക് റെസ്റ്റ് വിധിച്ചിരിക്കുകയാണ്. പിന്നെ അവരെല്ലാം ബന്ധുക്കളായതുകൊണ്ട് അമ്മായിമ്മ പറഞ്ഞത് സാരമില്ല, നമ്മുടെ ബന്ധുക്കളിൽ ഒരാൾ തന്നെയാണല്ലോ, അതുകൊണ്ട് ഒട്ടും മനസ്താപമില്ല. അതുമാത്രമല്ല, ഒറ്റ കുട്ടി മാത്രം മതി. അത് കഴിയുമ്പോഴേക്കും പിന്നെ സ്വതന്ത്രയായി എൻ്റെ കൂടെ തന്നെ ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. എൻ്റെ മോന് നീ എന്ന് തുണയായിരിക്കണമെന്ന് എന്നോട് ഇടയ്ക്കിടയ്ക്ക് സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഞാനങ്ങനെ സത്യം ചെയ്തിട്ടുണ്ട്, ഒരിക്കലും അദ്ദേഹത്തെ വിട്ടു പോകില്ലെന്ന്. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് തീരുമാനമെടുത്തു മാഡം. ഇങ്ങനെയാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഏതെല്ലാം രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. നമുക്ക് കേൾക്കുമ്പോൾ അത്ര വലിയ ഒരു നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്കും തോന്നുകയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില സമയത്ത് സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒക്കെ ജീവിതത്തിൽ നമുക്ക് വിചിത്രമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു അമ്മായിമ്മയും മരുമകളും ആ വീടും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മളറിയാതെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു സാഹചര്യമാണ് ഈ കഥയിലും വിവരിക്കുന്നത്. പക്ഷേ നമ്മുടെ സദാചാര ബുദ്ധി കൊണ്ട് നോക്കുമ്പോൾ അത് ചിലപ്പം ശരിയല്ലായിരിക്കാം. പക്ഷേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ നിലനിൽപ്പ്.